ഈ മേടമാസക്കാലം എന്ന് പറയുന്നത് ചക്കയുടെയും മാങ്ങയുടെയും കൂടെ ഒരു സമയം കൂടെയാണ്. അപ്പോൾ ഇന്ന് ചക്ക കൊണ്ടൊരു വിഭവമായാലോ? നമ്മൾക്കൊക്കെ ഇഷ്ടമുള്ള ചക്ക വേവിച്ചത് എന്ന് കോട്ടയം സൈഡിലോട്ട് പറയും. അപ്പൊ പച്ചച്ചക്ക അരിഞ്ഞ് വേവിക്കുന്നത് എങ്ങനെയാണെന്നാണ് ഇന്ന് ഞാൻ നിങ്ങൾക്കായിട്ട് കാണിക്കുന്നത്. ഫോറിൻ പലഹാരങ്ങളുടെയും ഭക്ഷണങ്ങളുടെയും ഒക്കെ ഇടയ്ക്ക് തനി നാടൻ ഭക്ഷണങ്ങൾ കാണുമ്പോൾ നല്ല ചൂടത്ത് കുളിർമഴ പെയ്യുന്ന പോലെയാണ് എനിക്ക് എപ്പോഴും തോന്നാറ്. അതുകൊണ്ട് തന്നെ വളരെ ഇഷ്ടത്തോടുകൂടെ നിങ്ങൾക്കായിട്ട് ഞാൻ തയ്യാറാക്കി കാണിക്കുന്നു ചക്ക വേവിച്ചത്. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യണം. അപ്പോൾ വരുന്ന ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്താൽ ഞാൻ ഇനിയും ഇടുന്ന എല്ലാ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടും. രാത്രിയാണെങ്കിലും ഞാൻ വെളിയിൽ പോയി വാഴയില വെട്ടി പണ്ട് അമ്മ ചെയ്തിരുന്നത് പോലെ ചക്ക പാത്രത്തിൽ നിറച്ചതിന് ശേഷം ആവി ഒട്ടും വെളിയിൽ പോകാതെ വാഴയില കൊണ്ട് അടച്ചതിന് ശേഷമാണ് അമ്മ ചക്ക വേവിച്ചിരുന്നത്. അപ്പൊ എല്ലാം ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ചക്ക അരിയുന്നത് ചെറുതായിട്ട് അരിയണം, അതുപോലെ തന്നെ ഒരുപോലെ അരിയണം. അതല്ല എങ്കിൽ ചിലത് വേകും, ചിലത് വേവില്ല. ചക്കയ്ക്ക് അരപ്പ് തയ്യാറാക്കാനായിട്ട് ഇഷ്ടം പോലെ പച്ചക്കറിവേപ്പില വേണം. കാന്താരിയാണ് ഏറ്റവും നല്ലത്, ഇല്ല എങ്കിൽ പച്ചമുളക്. ചക്കയ്ക്ക് നന്നായിട്ട് തേങ്ങ അരയ്ക്കണം, പിന്നെ കുറച്ച് വെളുത്തുള്ളിയും. ഇനിയും ഇതിൻ്റെ കൂടെ അരപ്പ് ചേർക്കുമ്പോൾ നമ്മൾ മഞ്ഞളും ഉപ്പും മാത്രം ചേർത്ത് അരയ്ക്കുക. ആദ്യമേ നമ്മൾ അരപ്പ് തയ്യാറാക്കിയിട്ട് വേണം ചക്ക വേകാനായിട്ട് അടുപ്പിൽ വെക്കാൻ. തേങ്ങ ഇട്ടു. ഇനിയും ഈ പച്ചക്കറിവേപ്പില. അരപ്പിനൊരു പച്ച കളർന്ന മഞ്ഞ കളർ ഉണ്ടാവണം, എങ്കിലേ ചക്കയ്ക്കും ആ കളർ ഉണ്ടാവുള്ളൂ. ഇനി അതിലേക്ക് കാന്താരി, പിന്നെ വെളുത്തുള്ളി. ഇതിലേക്ക് നമുക്ക് ഉപ്പിടാം. അരപ്പിന് നന്നായിട്ട് ഉപ്പുണ്ടായെങ്കിലേ ചക്കയ്ക്ക് ഉപ്പുണ്ടാവത്തുള്ളൂ. മഞ്ഞൾ. അപ്പം ഞാനൊരല്പം വെള്ളം ഒഴിച്ച് അതൊന്ന് ചതച്ചെടുക്കാം. തരതരപ്പായിട്ട് അരച്ചാൽ മതി. ചക്കയുടെ അരപ്പ് എങ്ങനെ ഇരിക്കുമോ അങ്ങനെ ഇരിക്കും നമ്മുടെ ചക്കയും. പിന്നെ ചക്ക നല്ലതായിരിക്കണം കേട്ടോ. പുളിച്ച ചക്കയൊന്നും വെച്ച് ചക്ക വേവിച്ച് കഴിഞ്ഞാൽ ശരിയാവത്തില്ല. നല്ല പച്ച ചക്കയായിരിക്കണം. ഇപ്പം ഞാൻ അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ചക്ക വയ്ക്കുന്ന ഉരുളി ഞാൻ വെച്ചു. അപ്പം ഞാൻ ആദ്യം പകുതി ചക്ക ഫസ്റ്റ് ലെയറായിട്ട് ഇടുവാണ്. അതൊന്ന് നിരത്തി വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ലെവലായി വെച്ചതിന് ശേഷം നമുക്ക് അരപ്പ് ഇതിനിടയ്ക്കിട്ട് വേണം വേവിക്കാൻ. ഇനി ഞാൻ ഇതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന അരപ്പിടാം. അപ്പോൾ ഇതിങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അരപ്പ് നന്നായിട്ട് ചക്കയിലെല്ലാം പിടിക്കും. ഇളക്കാനും നമുക്ക് എളുപ്പമാണ് ഒടുവിൽ. അപ്പോൾ ഇങ്ങനെ അരപ്പെല്ലാം ഒന്ന് ഇട്ട് കൊടുക്കാം. നമ്മൾ വീട്ടിൽ തയ്യാറാക്കുന്ന ഭക്ഷണമാണ് ഏറ്റവും നല്ലത്. അതുകൊണ്ട് വീട്ടിൽ തന്നെ ഭക്ഷണം തയ്യാറാക്കുക. ഹോം ഫുഡ് ഈസ് ദ ബെസ്റ്റ് ഫുഡ്, സോ കുക്ക് അറ്റ് ഹോം. അപ്പം ഞാൻ അരപ്പെല്ലാം ഇട്ടു. ഇതിലേക്ക് അടുത്ത പകുതി ചക്കയും കൂടെ ഇടാം. പിന്നെ കാര്യമായിട്ട് തന്നെ ചക്ക ഞാൻ വേവിച്ചേക്കാമെന്ന് വിചാരിച്ചു. ഒരു നല്ല ചക്ക ഒരാൾ തന്നതാണ് കേട്ടോ. ഇനി ഞാൻ ആ ബ്ലെൻഡർ ഒന്ന് കഴുകി അരപ്പിന്റെ വെള്ളം കൂടെ ചക്കയ്ക്കകത്ത് ഒഴിക്കുക. ചില ചക്കയ്ക്ക് ഒരുപാട് വെള്ളമുള്ളതാണ്, അങ്ങനെയാണെങ്കിൽ കുറച്ചൊഴിക്കണം. ഒരുപാട് വെള്ളം ഒഴിച്ചാൽ ചക്ക കുഴഞ്ഞു പോകും. തീ കത്തിച്ചു. ഒരുപാട് തീ കൂട്ടി വെക്കേണ്ട, ഒരു മീഡിയം ഫ്ലെയിമിൽ മതി. അതിനുശേഷം നമ്മുടെ നാടൻ സംഭവം, ഇതൊരു 1.5 സംഭവമാണ് വാഴയില. അപ്പോൾ വാഴയില വെച്ചു. എന്നിട്ട് ഈ അടപ്പൂടെ വെക്കുക. ഇതിന്റെ ആവി ഒരു ശകലം പോലും പുറത്തു പോകാതിരിക്കാനായിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. അപ്പൊ ഇനി ഇത് വേഗം വാഴയില മുഴുവൻ വഴന്നു. അതിന്റെ അർത്ഥം മേളിലൂടെ നല്ലപോലെ ആവി വന്നിട്ടുണ്ടെന്നാണ്. പിന്നെ സൂക്ഷിച്ച് കയ്യിൽ ആവി തട്ടാതെ നമുക്ക് നന്നായിട്ട് ആവി വരുന്നുണ്ട്. അപ്പൊ ഞാനൊന്ന് ഇളക്കി കൊടുക്കാം. തീ കുറച്ച് വെക്കണം ഇനിയും. അതുപോലെ തന്നെ ചട്ടിയുടെ അടിയിൽ പിടിക്കാതെ ശ്രദ്ധിക്കണം. ഇത് ഓൾമോസ്റ്റ് വെന്തിട്ടുണ്ട്. അപ്പൊ തീ വളരെ കുറച്ചതിന് ശേഷം നമുക്ക് ഒന്നുകൂടെ അടച്ചു വെക്കാം. ഇപ്പം ഈ ചക്ക നന്നായിട്ട് വെന്തിട്ടുണ്ട് ഓൾറെഡി. കളറ് കണ്ടോ? ഇനി ഇതിലേക്ക് നമുക്കൊരു കുറച്ച് പച്ച കറിവേപ്പില ഒന്നിട്ട് കൊടുക്കണം. അതിനുശേഷം നമുക്ക് അല്പം പച്ച വെളിച്ചെണ്ണ, അതൊരു 2 ടേബിൾ സ്പൂൺ മതി. ഒരു 5 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചതിന് ശേഷം നമുക്ക് ഇളക്കിയാൽ മതി. അപ്പോഴത്തേന് സൂപ്പർ ചക്ക റെഡിയാവും. നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടു എങ്കിൽ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. ഈ കാലത്ത് ചക്ക വേവിക്കാൻ അറിയാൻ വയ്യാത്ത ഒരുപാട് പേരുണ്ട്. അപ്പോൾ 5 മിനിറ്റും കഴിഞ്ഞു. നമ്മുടെ വാഴയിലയൊക്കെ നന്നായിട്ട് വാടി, ചക്ക നന്നായിട്ട് വെന്തു. ഇനി ഇത് ഇളക്കണം. പാത്രം ചൂടാണ്. അപ്പം നല്ല തുടുപ്പൊക്കെ കയ്യിലുണ്ടെങ്കിൽ അങ്ങോട്ട് ഇളക്കി കൊടുക്കുക. കിട്ടാത്ത രാജ്യത്തിൽ ആരെങ്കിലും ഇരുന്നത് കാണുന്നുണ്ടെങ്കിൽ അവരോട് ഞാൻ ക്ഷമാപണം നടത്തുകയാണ്. കാരണം പാവം അവർക്കിത് കിട്ടത്തുമില്ല. ഇളക്കുമ്പോൾ തന്നെ നല്ല മണമാണ് വരുന്നത്, വെളിച്ചെണ്ണയുടെയും പച്ചക്കറിവേപ്പിലയുടെയും ഒക്കെ. ചക്ക ഇച്ചിരി കുഴഞ്ഞിരിക്കണം, എന്നാൽ വെള്ളം പിടിക്കുകയും ചെയ്യാൻ പാടില്ല. ഇങ്ങനെ അങ്ങോട്ട് ഇളക്കി മറിച്ച് കഴിഞ്ഞാൽ സൂപ്പർ ചക്ക റെഡിയാണ്. ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതിന്റെ കൂടെ കടുക് മാങ്ങ, അതുപോലെ മാങ്ങ ചമ്മന്തി, മീൻകറി, മുരിങ്ങയില കറി, പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കഴിക്കുന്നവരുണ്ട്. ഇതെല്ലാം നല്ല കോമ്പിനേഷനാണ്. മറ്റു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും ഞാൻ എത്തും. Till then, I am signing off and you stay safe.